എന്താണെന്നറിയോ? ഓരോ 30 വർഷത്തിലും കാലഘട്ടത്തിൽ ഓരോ 30 വർഷത്തിലും ലോകത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ബിസിനസ്സുകാര് ഇതിനെ ഫാഷൻ എന്ന് വിളിക്കും, സിനിമാക്കാര് ഇതിനെ ട്രെൻഡ് എന്ന് വിളിക്കും, പൊളിറ്റീഷ്യൻസ് ഇതിനെ ഒരു എറ അല്ലെങ്കിൽ ഒരു കാലഘട്ടം എന്ന് വിളിക്കും, നോർമൽ സാധാരണക്കാരായ ആളുകൾ ഇതിനെ ജനറേഷൻ എന്ന് വിളിക്കും. എങ്ങനെ ആയിരുന്നാലും ഓരോ 30 വർഷത്തിലും ലോകം മാറിക്കൊണ്ടിരിക്കും. ആ മാറ്റത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ചുക്കാൻ പിടിക്കുന്ന ആളുകളെ നമ്മൾ ഈ ലോകം വിളിക്കുന്ന പേര് ടോർച്ച് ബെയറേഴ്സ് എന്നാണ്. ടോർച്ച് ബെയറേഴ്സ്. അതുപോലെ നമ്മളുടെ ഇൻഡസ്ട്രിയിലും അങ്ങനെ തന്നെയാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിറ്റി കൊമേഴ്സ് ഇൻഡസ്ട്രി ഇന്ത്യയിൽ വന്നു. ഒരുപാട് പ്രതിസന്ധികളിലൂടെ അത് കടന്നുപോയി. അതിനുശേഷം മാറ്റങ്ങൾ വന്നിട്ടും പലപ്പോഴും കമ്മ്യൂണിറ്റി കൊമേഴ്സ് ചെയ്യുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള അംഗീകാരമോ അല്ലെങ്കിൽ റെക്കഗ്നിഷനോ കിട്ടാറില്ല. പലപ്പോഴും നമ്മൾ ആളുകളെ കളിയാക്കിയിട്ടുണ്ട്, പലപ്പോഴും ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, പലപ്പോഴും ആളുകൾ നമ്മളെ തള്ളി വയ്ക്കാറുണ്ട്. കമ്മ്യൂണിറ്റി കൊമേഴ്സ് ഇന്നിവിടെ മിനിസ്റ്റർ വരെ പറഞ്ഞു, ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ടാണ്, 2 ലക്ഷം സാധാരണക്കാരായ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഇൻഡസ്ട്രിയാണ് എന്ന് പറഞ്ഞു. പലപ്പോഴും ഇത് സാധാരണ സമൂഹം അംഗീകരിക്കാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി, ഈ ഇൻഡസ്ട്രിയുടെ ടോർച്ച് ബെയറർ, അദ്ദേഹത്തെ ഞാൻ അങ്ങനെ വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഒരു തീരുമാനമെടുത്തു. ഈ ഇൻഡസ്ട്രിയുടെ സൽപ്പേര് ഉയർത്താൻ, ഈ ഇൻഡസ്ട്രി ചെയ്യുന്ന ഓരോ ആളുകൾക്കും അഭിമാനത്തോടു കൂടി തല ഉയർത്തി പിടിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നത് കമ്മ്യൂണിറ്റി കൊമേഴ്സ് ആണ് എന്ന് പറയിക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടി അദ്ദേഹം 2014 ഇറങ്ങി തിരിച്ചു. ഇന്ന് ആ വ്യക്തിയാണ്, ഞാൻ അഭിമാനത്തോടു കൂടി പറയും, നമ്മളുടെ ഇൻഡസ്ട്രിയുടെ ബിലവഡ് CEO മിസ്റ്റർ അഭിലാഷ് തോമസ്. ആ വ്യക്തിയുടെ വാക്കുകളാണ് ഇനി നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ നിറഞ്ഞ കൈയടികൾക്കിടയിൽ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് വിത്ത് എ സ്റ്റാൻഡിംഗ് ഓവേഷൻ വി വെൽക്കം അവർ ബിലവഡ് CEO So, good evening everybody. Thank you. Yes. നമ്മുടെ കമ്പനിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ CA ആൻസർ, എൻ്റെ പ്രിയ സുഹൃത്തും ഈ പ്രോഗ്രാമിൻ്റെ പ്രധാന കാരണഭൂതനുമായ ശ്രീ സുജിത് ഖാൻ, VAC മെമ്പർ ശ്രീ അർച്ചിത് രമേശ്, ബ്ലാക്ക് ഡയമണ്ട്സ് KVN ശ്രീനിവാസ് ഗാരു ഫ്രം വിജയവാഡ, ശ്രീ റസൂൽ ഹാരിസ് ഫ്രം കോയമ്പത്തൂർ. പിന്നെ ഈ മനോഹരമായ ഈ പ്രോഗ്രാം ഇത്രയും വിജയിപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത ശ്രീ മണികണ്ഠൻ പർപ്പിൾ ഡയമണ്ട്, ശ്രീ റാം മോഹൻ എക്സിക്യൂട്ടീവ് ഡയമണ്ട്, മറ്റ് എൻ്റെ ഡയമണ്ട് കൊളീഗ്സ്, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന 100% ദൈവത്തിൻ്റെ ഒരു പ്രത്യേക നിയോഗത്താൽ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന, വരും കാലത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന 1000-ലേറെ പ്രിയ സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വളരെ ആകസ്മികമായിട്ടാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അൻസർ സാറിനെ കാണുന്നത് ബാംഗ്ലൂരിലെ ഞങ്ങളുടെ പള്ളിയുടെ പുറത്ത് ഒരു ബാനർ കെട്ടിവെച്ചിരിക്കുന്നു, ഓണാഘോഷം സ്പോൺസേഡ് ബൈ ഒലിവ് ലൈഫ് സയൻസസ്. അപ്പോൾ ഒലിവ് ലൈഫ് സയൻസസ് വർക്ക് ചെയ്യുന്ന ഒരാൾ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അന്നേരം എനിക്ക് അദ്ദേഹത്തെ ഓർമ്മ വന്നു, വിളിക്കാൻ തോന്നി. വിളിച്ചപ്പോൾ ഞാനുള്ള സ്ഥലത്തിന് തൊട്ടടുത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ്, അദ്ദേഹം വഴിയാണ് ഞാൻ അൻസർ സാറിലേക്ക് എത്തുന്നത്. ഇതൊക്കെ ഒരു എന്താണ് പറയുക, ഇതൊരു നിയോഗമാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം
ഒരുപക്ഷെ ഒരു ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ്, ഒരുപക്ഷെ ഒരു മാസം മുമ്പായിരിക്കും ഈ ഒരു പ്രോഗ്രാമിന് ഇവിടെ വരണം എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവുക. പക്ഷേ ദൈവം ഒരു വർഷത്തിന് മുമ്പേ, അല്ലെങ്കിൽ നിങ്ങൾ ജനിക്കുന്ന അന്ന് തന്നെ ദൈവത്തിനറിയാം 2023 ജൂൺ മാസം 18-ാം തീയതി നിങ്ങൾ എവിടെ ആയിരിക്കും എന്നുള്ളത്. ശരിയാണോ അല്ലേ? അതെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെല്ലാം എനിക്കിപ്പം എൻ്റെ കാര്യമേ പറയാൻ പറ്റുള്ളൂ. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ കിടക്കുന്ന ലെക്സസ് പോലൊരു കാറ് നമുക്കും ഉണ്ടാവണം. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ കിടക്കുന്ന മെർസിഡീസ് പോലൊരു കാറ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ഒരു ലൈഫ് സ്റ്റൈൽ, ലേ മെറിഡിയൻ പോലൊരു ഹോട്ടലിൽ അൻസസാറിന്റെ കല്യാണം വരെ ഇവിടെ നടന്നു. ആ കല്യാണം നടക്കുന്ന സമയത്ത് പലപ്പോഴും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെ എൻ്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ കയറി ഒരു ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമായിരുന്നില്ല. കല്യാണം നടത്തൽ പോട്ടെ. അപ്പോ ഇതൊക്കെ വെച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ ഒരിക്കലെങ്കിലും എനിക്കും നീ ഒരു അവസരം തരണമേ. ശരിയാണോ അല്ലയോ? ഇതൊക്കെ വളരെ ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കലെങ്കിലും ഒരു അവസരം എനിക്കും തരണമേ ദൈവമേ എന്ന് നമ്മളും പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം ഇതുപോലൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇവിടെ എത്തിയത് ആകസ്മികം എന്ന് നമുക്ക് എഴുതിത്തള്ളാൻ പറ്റുമോ? പറ്റില്ല സുഹൃത്തുക്കളെ. ദൈവത്തിന് നേരിട്ട് നമ്മുടെ വീട്ടിലേക്ക് പൈസ കൊറിയറായിട്ട് അയക്കാൻ പറ്റില്ല. ഇതുപോലൊരു അവസരത്തിന്റെ രൂപത്തിലെ നമ്മളെ രക്ഷപ്പെടുത്താൻ ദൈവത്തിനാവൂ. അതിനായി നമ്മളെ ഈ ദിവസം ഇവിടത്തേക്ക് അയച്ചു. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. അങ്ങനെ വേണം നമ്മൾ ഇത് വിശ്വസിക്കാൻ. ശരിയാണോ അല്ലയോ? അതെ, അങ്ങനെ വേണം വിശ്വസിക്കാൻ. അങ്ങനെ വിശ്വസിച്ച് നമ്മൾ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിയുമ്പോഴോ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും, ഇതിപ്പം സിഗ്നേച്ചർ 9 അല്ല 19 ആണെങ്കിലും ശരി, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയിൽ നായിക പറഞ്ഞൊരു ഡയലോഗാണ്. നായിക സംവിധായകനോട് ചോദിച്ചു, ആരാണ് സിനിമയിലെ നായകൻ? അപ്പോൾ സംവിധായകൻ പറഞ്ഞു, രാജപ്പനെ അറിയില്ലേ? രാജപ്പനാണ് നായകൻ. ഇലക്ട്രിക് ഷോക്ക് കൊടുത്താൽ പോലും ഒരു ഭാവവും വരാത്ത രാജപ്പനാണോ ഈ സിനിമയുടെ നായകൻ എന്ന് നായിക അത്ഭുതത്തോടു കൂടി ചോദിക്കുന്ന ഒരു സീൻ ആ സിനിമയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ എന്ത് നടന്നാലും ചില ആളുകൾക്ക് ഒരു എക്സൈറ്റ്മെന്റും ഇല്ല. ചില ആളുകൾ ഡാൻസ് ചെയ്യുന്ന സമയത്തും ചില ആളുകൾ അവിടെ കുനിഞ്ഞിങ്ങനെ ഇരിക്കുന്നു. ഇവരുടെ മനോവികാരം എന്തെന്ന് ഞാൻ പറയാം. ഞാൻ അവരെ തെറ്റു പറയുന്നതല്ല, അവരുടെ മനോവികാരം ഞാൻ പറയാം. 10-20 വർഷമായിട്ട് ഞാനൊരു മിഡിൽ ക്ലാസ്സുകാരനാണ്. എൻ്റെ അച്ഛൻ മിഡിൽ ക്ലാസ്, എൻ്റെ അപ്പൂപ്പൻ മിഡിൽ ക്ലാസ്, എൻ്റെ അയൽവാസി മിഡിൽ ക്ലാസ്, ഞാനും മിഡിൽ ക്ലാസ്. ഞാൻ ജനിച്ചത് മിഡിൽ ക്ലാസ്, ഇപ്പോൾ മിഡിൽ ക്ലാസ്, മരിക്കുന്നതും മിഡിൽ ക്ലാസ്. ഇതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല. ശ്രീ റസൂൽ ഹാരിസ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ പറയുന്നത് പോലെ ബിസിനസ് ചെയ്യൂ, 1 വർഷം കൊണ്ട് കാര്യങ്ങൾ മാറും. അയാൾക്ക് മാറുമായിരിക്കും, എനിക്ക് മാറില്ല. ഇതിലിങ്ങനെ നിൽക്കുകയാണ്. ഇതിന് കാരണം നമ്മളെല്ലാം ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള പോലെ, കുട്ടിയായിരിക്കുമ്പോൾ ആനയെ ഒരു ചെറിയ ചങ്ങലയിൽ തടഞ്ഞിട്ടു. പിന്നീട് വലുതായി കഴിയുമ്പോഴും ആ ചങ്ങല മതി. കാരണം ചെറുപ്പത്തിൽ പൊട്ടിക്കാൻ നോക്കിയിട്ട് അതിനെ പൊട്ടിക്കാൻ പറ്റിയില്ല. അപ്പോൾ വലുതാവുമ്പോൾ ഇത് പൊട്ടിക്കാൻ പറ്റില്ല എന്ന് ഇത് വിശ്വസിച്ച് അതിനുവേണ്ടി ഒരു ചെറിയ ശ്രമമെങ്കിലും നടത്തിയിരുന്നെങ്കിൽ അതിനാ ചങ്ങല പൊട്ടിക്കാൻ കഴിയുമായിരുന്നു. ഇതുപോലുള്ള മൈൻഡ് ബ്ലോക്കുകളുമായിട്ടാണ് ആളുകൾ ജീവിക്കുന്നത്. വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാം, ഒരു ബിസിനസ്സിനകത്ത് നമ്മൾ വിജയിക്കണമെങ്കിൽ, ഏത് ഫീൽഡിൽ വിജയിക്കണമെങ്കിലും ആദ്യം നമുക്ക് വേണ്ടുന്നത് എന്താണ്? ഒരു എക്സൈറ്റ്മെന്റ് വേണം. ശരിയാണോ അല്ലയോ? ഒരു ചെയ്യുന്ന കാര്യത്തോട് ചെയ്യുന്നതിലൊരു ഇൻട്രസ്റ്റ്, ഒരു താല്പര്യം, എന്നാൽ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്ന രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ്. അങ്ങനൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതിന് നമുക്ക് നല്ലൊരു എനർജി വേണം. അങ്ങനൊരു എനർജി നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടുന്ന ഒരു കാര്യം ഇതാണ്. ശരിക്കും എന്താണ്? ഞാനിതിൽ വിജയിക്കുമെന്നുള്ള വിശ്വാസം. ഞാനിപ്പോൾ പറയാം, എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ലോജിക്കാണ്. ഞാൻ പഠിച്ച കോളേജിൻ്റെ ആപ്തവാക്യം ഇങ്ങനെയായിരുന്നു: വിത്ത് ഗോഡ് നത്തിങ് ഷാൽ ബി ഇംപോസിബിൾ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അസാധ്യമായി ഒന്നുമില്ല. അപ്പോൾ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരു ഡയമണ്ടോ ബ്ലാക്ക് ഡയമണ്ടോ ആക്കുന്നത് ഒരു വലിയ കാര്യമല്ല. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. ഞാൻ ഇന്നലെ ഡൽഹിയിലായിരുന്നു. ആ ഡൽഹിയിൽ വെച്ച് ആ പ്രോഗ്രാമിൽ ഞാൻ അവിടെ ആൾക്കാരോട് പറഞ്ഞു, ഞാൻ ഡൽഹിയിൽ ആദ്യമായിട്ട് വന്നത് എൻ്റെ കോളേജിൽ പഠിക്കുമ്പോഴാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഡൽഹിയിൽ വരുന്നത് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അടുത്തു നിന്ന് ഒരു അവാർഡ് കയ്യിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇന്റർ യൂണിവേഴ്സിറ്റി യൂത്ത് പാർലമെന്റ് കോമ്പറ്റീഷൻ നാഷണൽ വൈഡ് ഫസ്റ്റ് പ്രൈസ് ഗോൾഡ് മെഡൽ. അത് മേടിക്കാനാണ് ഞാൻ ആദ്യമായിട്ട് ഡൽഹിയിൽ വരുന്നത്. അപ്പോൾ എനിക്ക് LLB ഡിഗ്രി ഉണ്ട്, എനിക്ക് പിന്നെ എന്താണ് ഈ പറയുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ജോലി കിട്ടുക എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഉറപ്പായിട്ടും ശ്രമിച്ചാൽ ഒരു ജോലി കിട്ടും. ആർക്കാ കിട്ടാത്ത? പക്ഷെ അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഒരു ജോലിയിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, ഞാൻ അതുപോലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. എൻ്റെ തലയിൽ മുഴുവൻ അടിച്ചു വെച്ചിരുന്ന ഒരു കാര്യം ഇതാണ്: നന്നായി പഠിക്കുക, നല്ല ജോലി കിട്ടും, ജീവിതത്തിൽ രക്ഷപ്പെടും. പക്ഷെ ഈ ഫോർമുല തെറ്റാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കി. താങ്ക്സ് ടു മൈ അപ്ലൈൻ ഡോക്ടർ ഷംസുദ്ദീൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ഫോർമുല പൊട്ടത്തെറ്റാണ്, ഈ ഫോർമുല പൊട്ടത്തെറ്റാണ് ഈ ഫോർമുല. ഇപ്പോ ഞാൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാം. നമ്മുടെ ചെയർമാൻ C. ആൻസർ എപ്പോഴും പറയുന്നൊരു വാചകം: പഠനം കഴിഞ്ഞാൽ ഒരു വ്യക്തി ലൈഫിൽ ഒരു ബിസിനസ് എങ്കിലും ചെയ്തിരിക്കണം. ഒരു ബിസിനസ് എങ്കിലും ചെയ്താൽ മാത്രമേ അവൻ ഈ ലോകം എന്താണെന്ന് ശരിക്കും മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാവണമെങ്കിൽ അവൻ ഒരു ബിസിനസ് എങ്കിലും ചെയ്തിരിക്കണം. കാരണം ഒരു ബിസിനസ് എങ്കിലും ഒരു വ്യക്തി ചെയ്തില്ല എങ്കിൽ അവൻ എത്ര നല്ല ജോലി കിട്ടിയാലും അവൻ ഒരു ലെക്സസിന്റെ സ്പെയർ പാർട്സ് ആകാനേ അവന് കഴിയൂ. ഒരു ലെക്സസിന്റെ സ്പെയർ പാർട്സിനെക്കാട്ടിലും മഹാനാണ് ഒരു ഫുൾ മാരുതി 800 കാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ നമ്മളൊരു എംപ്ലോയി ആയി നിൽക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ തലമുറയെ തയ്യാറാക്കുമ്പോൾ നമ്മളൊരു സ്പെയർ പാർട്സ് ആയി മാറുകയാണ്. അതേസമയം ഒരു ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ എല്ലാ ഫങ്ഷനാലിറ്റിയും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നു. ബിസിനസ്സിൽ വിജയിച്ചാൽ വെരി ഗുഡ്. കാരണം ലോകത്തൊരു പ്രൊഫഷനിലും ബിസിനസ്സിൽ കിട്ടുന്നത് പോലെ വരുമാനം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് വിജയിച്ചാൽ വെരി ഗുഡ്. ഇനി ബിസിനസ്സിൽ പരാജയപ്പെട്ടാലോ, ജീവിതത്തിൽ പരാജയപ്പെടാതിരിക്കാനുള്ള നിരവധി ലെസണുകളോടുകൂടിയായിരിക്കും നിങ്ങൾ ആ ബിസിനസ്സിൽ നിന്ന് വെളിയിലിറങ്ങുന്നത്. ഏത് രീതിയിൽ നോക്കിയാലും ഇത് മെച്ചമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ഒനിയൻ പക്കോട ഷോപ്പെങ്കിലും, പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു പെട്ടിക്കടയെങ്കിലും നീ ജീവിതത്തിൽ ഇടൂ, ഒരു ബിസിനസ്സുകാരനാവൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ കൂടുതൽ നമുക്ക് ഈ ബിസിനസ്സിനെ പറ്റി മഹത്തരമായിട്ട് പറയാൻ എന്താണുള്ളത്? അപ്പോൾ ഒരു ബിസിനസ്, ഇവിടെ ഞാൻ ഈ ഇന്റർവെല്ലിൽ ഒരു അച്ഛനെയും മോളെയും പരിചയപ്പെട്ടു. എനിക്ക് ബഹുമാനം തോന്നിയ ആ അച്ഛനോട്, കണ്ണൻ കുമാർ എന്ന് പറയുന്ന ഒരു പേൾ എക്സിക്യൂട്ടീവായ ഒരു അച്ഛൻ, ആ അച്ഛൻ വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞു, എൻ്റെ മകൾക്ക് 18 വയസ്സായപ്പോൾ ഞാൻ അവൾക്ക് കൊടുത്ത പിറന്നാൾ സമ്മാനം അവളെ ഞാൻ വിവാ ബിസിനസ്സിൽ സ്പോൺസർ ചെയ്തു. ആ കുട്ടി ഇന്ന് ഒരു സ്റ്റാർ 1000 ആണ്, ഒരു സ്റ്റാർ 1000 ആണ്. ഇവിടെ അന്നേരം എനിക്ക് ഓർമ്മ വന്നത് ശരിക്കും മഹാനായ ഒരു മനുഷ്യനെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ടോണി ഫെർണാണ്ടസ്, ഒരു മലേഷ്യക്കാരൻ. അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ ആദ്യമായിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ കൊണ്ടുവന്നു. അതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. ഇപ്പോൾ അദ്ദേഹം എയർ ഏഷ്യ എന്ന വിമാന കമ്പനിയുടെ ഉടമയാണ്. അദ്ദേഹം പറയുന്നു, ബിസിനസിന്റെ ആദ്യ പാഠങ്ങൾ എനിക്ക് കിട്ടിയത് എൻ്റെ അപ്ലൈനിൽ നിന്നാണ്. അപ്ലൈൻ ആരാ? അമ്മ. ബിസിനസ് ചെയ്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലോകം മുമ്പോട്ട് പോകുന്നത്. ഇവിടെ എൻ്റെ സുഹൃത്ത് ഓം പ്രകാശ് സൂചിപ്പിച്ചു, ഈ ബിസിനസ്സിന് നല്ലൊരു പേരുണ്ടാക്കാൻ ഇറങ്ങിയേക്കുന്ന അഭിലാഷ് തോമസ്. ഒരു മണ്ണാങ്കട്ടയില്ല. ഇതിന് പേരുണ്ടാക്കലല്ല എൻ്റെ ജോലി. എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കലാണ് എൻ്റെ ജോലി. ഇപ്പോ നേപ്പാളിൽ പുതിയ പ്രധാനമന്ത്രി വന്നു. നമുക്കിപ്പോ എന്താ? നേപ്പാളിലെ പ്രധാനമന്ത്രി ആരായ നമുക്കിപ്പോ എന്താ? ഈ ബിസിനസ്സുമായിട്ട് ബന്ധമില്ലാത്തവർ ഈ ബിസിനസ്സിനെ പറ്റി എന്ത് ചിന്തിച്ചാലും നമുക്ക് വെറും ഗ്രാസ്, അത്രേ ഉള്ളൂ. ശരിയാണോ അല്ലയോ? അതിനപ്പുറത്തേക്ക് ഇതിനകത്തൊന്നുമില്ല. പിന്നെ തത്വം പറയുന്നവരോടാണെങ്കിൽ നമുക്കൊരു തത്വം അങ്ങോട്ട് തിരിച്ചു ചോദിക്കാം. ഏതൊരു കമ്പനിയും സാധനം വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ശരിയാണോ അല്ലയോ? നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ. മോശം കമ്പനികൾ മയക്കുമരുന്ന് വിൽക്കുന്നവരാണെങ്കിലും മയക്കുമരുന്ന് കൂടുതൽ വിൽക്കാൻ നോക്കും. ശരിയാണോ അല്ലയോ? ഇനി നല്ല കമ്പനി ആപ്പിൾ ആണെങ്കിലും ആപ്പിൾ ഫോൺ പരമാവധി വിൽക്കാൻ നോക്കും. ഈ ഭൂമി മലയാളത്തിൽ അല്ല, ഈ ഇന്ത്യ രാജ്യത്ത് ഒരു കമ്പനിയുടെ പേര് പറയൂ, ഒരു ദിവസത്തിൽ 8ൽ കൂടുതൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ, ഏത് ഫീൽഡിൽ നിന്ന് ഒരു കമ്പനിയുടെ പേര് പറ.
എനിക്കാകെ അറിയാവുന്നത് എൻ്റെ നാട്ടിലെ റേഷൻ കടയാണ്. അവിടെ പറയും, തോമസ് ചേട്ടൻ്റെ മോനാണോ, നിങ്ങളുടെ വീട്ടിലേക്ക് 5 ലിറ്റർ മണ്ണെണ്ണ, അതിൽ കൂടുതൽ തരില്ല. അതല്ലാതെ ഇതിൽ കൂടുതൽ പറ്റില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കമ്പനി, എൻ്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ, സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത കമ്പനി ആയിരുന്നുവെങ്കിൽ 8 അല്ല 80 പ്രോഡക്റ്റ് വേണേലും മേടിച്ചോളാൻ പറയും. ശരിയാണോ അല്ലയോ? പ്രോഡക്റ്റ് കൂടുതൽ വിൽക്കുന്നതല്ലേ കമ്പനിക്ക് ലാഭം. ശരിയാണോ അല്ലയോ? അത് തന്നെ സുഹൃത്തുക്കളെ. പിന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിക്ക് അകത്ത് ഡയറക്റ്റ് സെല്ലിങ്ങിനകത്ത് എത്തിക്സ് പറയുന്നവരോടും വലിയ തത്വം പറയുന്നവരോടും എനിക്ക് പറയാൻ ഒരു വാക്കേ ഉള്ളൂ: ഫോറിൻ കമ്പനികളെ മാറ്റി നിർത്ത്. ഇന്ത്യൻ കമ്പനികൾക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ: ദേശസ്നേഹം. എന്താ പറയുന്നത്? ദേശസ്നേഹം. ആംവേ പോലുള്ള ഫോറിൻ കമ്പനികളെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ കമ്പനിക്കാരൻ പറയുന്ന ഏക സാധനം എന്താണ്? ദേശസ്നേഹം. മറ്റവൻ പറയും എൻ്റെ ഈ പേറ്റന്റ് ഉണ്ട്, ഇവൻ പറയും ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെയാണ് ഇവൻ ഇത് കൗണ്ടർ ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ സുഹൃത്തുക്കളെ, ദേശസ്നേഹം അങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത്. ഒരു ദേശത്തിൻ്റെ വരുമാനം എന്താണ്? പറയൂ. ഒരു ദേശത്തിന്, ഒരു ഗവൺമെന്റിന്റെ വരുമാനം എന്താണ്? ജനങ്ങൾ കൊടുക്കുന്ന നികുതിയാണ് ഗവൺമെന്റിന്റെ വരുമാനം. ശരിയാണോ അല്ലയോ? MRPയിൽ ബില്ല് ചെയ്ത് ആ മുഴുവൻ പൈസയ്ക്കും GST അടച്ച് ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏക ഡയറക്ട് സെല്ലിംഗ് കമ്പനി, ഏക കമ്പനി. ദേശസ്നേഹം ക്രിക്കറ്റ് കളിക്കുമ്പോഴല്ല വേണ്ടത്. ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് കളിക്കുമ്പോൾ മാത്രം വരേണ്ടതല്ല ദേശസ്നേഹം. അല്ലെങ്കിൽ കാർഗിൽ യുദ്ധ സമയത്ത് വരേണ്ടതല്ല ദേശസ്നേഹം. ദേശസ്നേഹം നിന്റെ ഓരോ പ്രവൃത്തിയിലും വേണം. ഒരു പട്ടാളക്കാരൻ്റെ മകൻ ചെയർമാനായിട്ടുള്ള ഒരു കമ്പനിയാണ്, കയ്യിൽ നിന്ന് ആവശ്യമില്ലാതെ മുഴുവൻ പൈസയ്ക്ക് അഡീഷണൽ GST കൊടുക്കുന്നു. നിയമം ലംഘിക്കാതിരിക്കാൻ, നിയമത്തിന്റെ ലൂപ്പ് ഹോളിലൂടെ രക്ഷപ്പെടാതെ മുഴുവൻ പൈസയ്ക്കും GST കൊടുത്ത് ഗവൺമെന്റിന്റെ വരുമാനം കൂട്ടുന്നു. ഇതല്ലയോ ദേശസ്നേഹം? യെസ് ഓർ നോ? നിങ്ങൾ പറയൂ. ഇതാണ് ദേശസ്നേഹം. അല്ലാതെ തത്വം പറയുന്നതല്ല. ഇപ്പോ ഞാൻ രാവിലെ മോർണിംഗ് ക്ലബ് മീറ്റിങ്ങുകൾ ചെയ്യാറുണ്ട്, സ്റ്റാർ 500 ആൻഡ് എബോവിന് വേണ്ടിയിട്ട്. ആ നടക്കുന്ന മീറ്റിങ്ങുകളിൽ എല്ലാ ദിവസവും രാവിലെ എൻ്റെ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യേണ്ട ജോലി എൻ്റെ മകൾക്കാണ്. ബാംഗ്ലൂരിൽ ടോപ്പ് 10 പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ എൻ്റെ മക്കളെ കൂട്ടിയിട്ട് വരും. അവിടെ വരുന്ന ലീഡേഴ്സിന് ചായ എടുത്തു കൊടുക്കാനും വെള്ളം എടുത്തു കൊടുക്കാനും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരും. അതിൻ്റെ ആക്ച്വൽ ഉദ്ദേശം എന്ന് പറയുന്നത്, എൻ്റെ മക്കൾ സ്കൂളിലെ കാര്യങ്ങൾ മാത്രം പഠിച്ച് ഒരു എംപ്ലോയി ആറ്റിറ്റ്യൂഡിൽ പോകാതിരിക്കാൻ വേണ്ടി, കുറച്ച് എൻ്റർപ്രണറൽ ഐഡിയ കിട്ടാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ചു, ഈ 10ാം വയസ്സിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. അഭിമന്യുവിന് എത്ര വയസ്സുണ്ടായിരുന്നു? ചക്രവ്യൂഹം ഭേദിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്ന കാലത്ത് അവൻ പുറത്തു വന്നിട്ട് പോലും ഇല്ലായിരുന്നു. ശരിയാണോ അല്ലയോ? അപ്പോഴും പഠിക്കും. ചെറിയ കുട്ടികളെ ഇപ്പോഴേ കൂടെ കൊണ്ട് നടന്ന് നമ്മളിത് പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? നമ്മളുടെ മക്കൾക്ക് അവരർഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർന്ന നിലത്തിലുള്ള ഒരു ജീവിത നിലവാരം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിലും അവരുടെ കയ്യിൽ ലെക്സസ് വരും, അവർ ലെക്സസിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആവും. അതിനകത്ത് ഇരുന്നു പോകാൻ അവന് യോഗം ഉണ്ടാവില്ല. നമ്മുടെ മക്കൾക്ക് അതിനുള്ള ശേഷിയുണ്ട്, കഴിവുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാനുള്ള ബുദ്ധി ആർക്കില്ലാതെ പോയി? ഒരു തലമുറയ്ക്കില്ലാതെ പോയി. ആ തെറ്റ് നമ്മളായിട്ട് ഇനി ആവർത്തിക്കരുത്. ഇതാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ വിവ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് വിജയിക്കുക, ഇതിനകത്ത് എന്ത് വലിയ ആനക്കാര്യമാണുള്ളത്? എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ ബിസിനസ്സിലേക്ക് ഒരാളെ റിക്രൂട്ട് ചെയ്യാൻ ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ആൾക്കാരുടെ ഒന്നാമത്തെ പരാതി, ആൾക്കാർ പറയുന്ന ആദ്യത്തെ ഒബ്ജക്ഷൻ, എൻ്റെ കയ്യിൽ കാശില്ല. ഇവിടെ ആ പ്രശ്നമുണ്ടോ? കാശില്ലെങ്കിൽ വെരി ഗുഡ്, യു ആർ ക്വാളിഫൈഡ്. ശരിയാണോ അല്ലയോ? 0 പൈസ മുതൽ മുടക്കി തുടങ്ങാം. ശരിയാണോ അല്ലയോ? ഇനി പൈസ ഉണ്ടെങ്കിൽ മുടക്കാൻ പറ്റുമോ? പറ്റില്ല. നിന്റെ പൈസ ഉണ്ടേ പോലും ഇവിടെ മുടക്കാൻ പറ്റില്ല. ഇവിടെ കടം മേടിച്ച് തുടങ്ങേണ്ട കാര്യമില്ല. പൈസ ഉണ്ടേ പോലും മുടക്കാൻ പറ്റില്ല. 5 പൈസ മുടക്കാതെ നിനക്കൊരു ബിസിനസ് ആരംഭിക്കാം. ഈ ബിസിനസ്സിലേക്ക് നീ കടന്നു വന്നതിന് ശേഷം നീ ഒരു VRO അറ്റൻഡ് ചെയ്യൂ. ഇന്നലെ ഞാൻ ഡൽഹിയിൽ ഒരു VRO പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. എനിക്കറിയാവുന്ന ഹിന്ദി ഞാൻ അവിടെ ബോൾത്തി, ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ആ പ്രോഗ്രാമിൽ വെച്ച് ഞാൻ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അവിടെ വന്നിരിക്കുന്ന പുതിയ VRനോട് ഞാൻ ചോദിച്ചു, ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? സാർ, അടുത്ത ശനിയാഴ്ച ഞാൻ വരുമ്പോൾ ഞാനൊരു VBO ആയിട്ടായിരിക്കും വരിക. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. അതായത് ഒരു വ്യക്തമായി ഹിന്ദി പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരാളുടെ ഹിന്ദി കേട്ടിട്ട് പോലും ഒരു VBO ആകാൻ തയ്യാറായി. അപ്പോ നമ്മുടെ ജോലി എന്താ? 5 പൈസ മുടക്കില്ലാത്തൊരു ബിസിനസ്സിലേക്ക് ഒരാളെ ക്ഷണിക്കുക. ആരെ കൊണ്ടും നടക്കുന്ന കാര്യം.
2, അവനെ ഒരു VROയിൽ കൊണ്ട് ഇരുത്തുക. അവൻ തന്നെ VBO ആയിക്കോളും. അവൻ തന്നെ VBO ആയിക്കോളും. കൂടെ നിന്നൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്താണ് ഹെൽപ്പ്? ഹെൽപ്പും പ്രവൃത്തിയും രണ്ടും രണ്ടാണ്. ഈ കാണുന്ന ഒരു ടേബിൾ കയ്യിൽ പിടിച്ച് പൊക്കി നിൽക്കുന്നത് ഒരു പ്രവൃത്തി. അയാളുടെ കൈ മടുക്കുമ്പോൾ 2 കയ്യിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് സഹായം എന്ന് പറയുന്നത്. ശരിയാണോ അല്ലയോ? ആ ജോലി മാത്രം നമ്മൾ ചെയ്താൽ മതി. അവൻ തന്നെ അത് പൊക്കിക്കോളും. അവനെ ഒന്ന് സഹായിച്ചു കൊടുത്താൽ മതി. തുടർച്ചയായി ഞാൻ പറഞ്ഞു, ഡൽഹിയിലെ ആദ്യത്തെ VRO ആണ് ഇന്നിവിടെ നടക്കുന്നത്. इसके बाद एवरी हफ्ते में इधर हमारा प्रोग्राम कंटिन्यू करेगा. ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അടുത്ത 52 ആഴ്ച ഈ പ്രോഗ്രാം അവിടെ തുടർച്ചയായി നടക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: എല്ലാ പ്രോഗ്രാമിനും വരിക. 2, ഈ പ്രോഗ്രാമിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇത് രണ്ടുമേ ഉള്ളൂ. എല്ലാ പ്രോഗ്രാമിനും വരിക, പ്രോഗ്രാമിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. പ്രോഗ്രാമിൽ എന്ത് കാര്യമാണ് പറയുന്നത്? ഒരു കാര്യം, R3 ചെയ്യുക. R3 ചെയ്യുക. ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ഒരേ ഒരു വഴി R3 ചെയ്യുക. അത് ചെയ്യാതെ നിങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഈ ബിസിനസ്സിൽ നിങ്ങൾ വിജയിക്കില്ല. കാരണം ഷർട്ടിന്റെ ആദ്യത്തെ ബട്ടൺ അത് കറക്റ്റായിട്ട് ഇട്ടാൽ മാത്രമേ, അതിടാതെ ബാക്കി എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ബാക്കിയുള്ള ബട്ടൺ ഒന്നും നേരെ വീഴില്ല. അപ്പോൾ ആദ്യത്തെ ബട്ടൺ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ബിസിനസ്സിൽ R3 ചെയ്യണം. എന്നുവരെ ചെയ്യണം? നിങ്ങളുടെ ID കണ്ടിന്യൂസ് സീലിംഗ് ആവുന്നത് വരെ ചെയ്യണം. എനിക്കൊരാളെ പരിചയപ്പെടുത്താനുണ്ട്. 1 മാസം മുമ്പാണ് ഞാൻ അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. അദ്ദേഹം ഒരു കമ്പനിയിൽ 2001 സൈനപ്പ് ചെയ്തു. ഒരൊറ്റ കമ്പനിയിൽ 22 വർഷമായിട്ട് ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തെ വരുമാനം, ഞെട്ടരുത്, ഒരു മാസത്തെ വരുമാനം 10 കോടി ഇന്ത്യൻ റുപ്യ. 10 കോടി ഇന്ത്യൻ റുപ്യ. 75 ഡയറക്റ്റ് ലെഗ്. എത്ര ലെഗ്? 75 റണ്ണിങ് ലെഗ്. എന്താണ് അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ട്രാറ്റജി? സിമ്പിൾ. ഞാൻ ഒരാളെ സ്പോൺസർ ചെയ്യും. അടുത്ത 3 മാസം ഞാൻ അയാളോടൊപ്പം മാത്രം പ്രവർത്തിക്കും. ആ 3 മാസത്തിനുള്ളിൽ അവൻ ശരിയാവാനാണ് ശരിയാവും. അവൻ ശരിയായാലും ശരിയായില്ലെങ്കിലും 3 മാസം കഴിഞ്ഞാൽ ഞാൻ അടുത്തയാളെ സ്പോൺസർ ചെയ്ത് അടുത്ത 3 മാസം അയാളോടൊപ്പം. കഴിഞ്ഞ 22 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി. ആ കമ്പനിയുടെ ടോപ്പ് റാങ്കിന്റെ തൊട്ട് താഴെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ടോപ്പ് റാങ്കിൽ എത്തണ 100 ലെഗ് വേണം. അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല. ഇംഗ്ലീഷ് അറിയില്ല. ജർമ്മൻകാരനാണ്. ജർമ്മനിയിലാണ് ഇത് നടക്കുന്നത്. വലിയ സ്ട്രാറ്റജി ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ സ്ട്രാറ്റജി. ഇഷ് പ്രഷ്യ കൈൻഡോയിഷ്. എനിക്ക് ജർമ്മൻ അറിഞ്ഞുകൂടാ. അത്രേ നമുക്ക് അദ്ദേഹത്തോട് പറയാൻ പറ്റൂ. കാരണം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു ഇന്ത്യൻ ഡയറക്റ്റ് സെല്ലറുടെ പ്രൊഡക്ടിവിറ്റി ഒരു മാസത്തിൽ 2000 രൂപയാണെങ്കിൽ ഒരു ജർമ്മൻകാരൻ്റെത് 1 ലക്ഷം രൂപയാണ്. ജർമ്മനിയിൽ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്ന ഒരാൾ ഇന്ത്യയിൽ ചെയ്യുന്ന 50 പേർക്ക് തുല്യമാണ്. അപ്പൊ നമുക്ക് അവരിൽ നിന്നൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. ജർമൻസ് ആർ നോട്ട് സ്റ്റുപ്പിഡ്. ദേ മാനുഫാക്ചർ മെർസിഡീസ്, BMW, Siemens belongs to Germany. Germany is a phenomenal nation. Extremely high productivity. നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് അവരിൽ നിന്നും. അപ്പോൾ ആ ഒരു മോഡലിലുള്ള ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ഇവിടെ കൊണ്ടുവരാനും സ്ഥാപിക്കാനും നട്ട് നനച്ചു വളർത്താനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം പ്രിയ സുഹൃത്തുക്കളെ. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ ഒരു സ്ഥലമാണ് കൈപ്പുഴ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടെ 200 വീടുകൾ വിൽക്കാൻ കിടക്കുന്നു. എത്ര വീടുകൾ? 200 വീടുകൾ. ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. കാരണം അച്ഛനും അമ്മയ്ക്കും പ്രായമായി, മക്കളെല്ലാം വിദേശത്ത്. അപ്പോൾ ഈ ഒരു ട്രെൻഡാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ കിടക്കുന്ന ഡയമണ്ട്സ് കാണാതെ നമ്മൾ വിദേശത്തുള്ള സിൽവർ പെറുക്കാൻ പോവുകയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്രയോ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു നാടാണിത്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും
ഏറ്റവും ബെസ്റ്റ് കരിയർ ഓപ്ഷൻ ഈസ് എന്റർപ്രണർഷിപ്പ്. ഏറ്റവും ബെസ്റ്റ് കരിയർ ഓപ്ഷൻ ഈസ് എന്റർപ്രണർഷിപ്പ്. ഫിലിം സ്റ്റാർ അല്ല, സ്പോർട്സ് സ്റ്റാർ അല്ല, അല്ലെങ്കിൽ വേറെ ഏത് ഫീൽഡിനെക്കാട്ടിലും ബെസ്റ്റ് കരിയർ ഓപ്ഷൻ, ഹൈയസ്റ്റ് റിവാർഡിംഗ് ഫീൽഡ് ഈസ് എന്റർപ്രണർഷിപ്പ്. നമ്പർ 1. ഒരു വ്യക്തിക്ക് എന്റർപ്രണർഷിപ്പിലേക്ക് കാലെടുത്ത് വെക്കാൻ ഏറ്റവും പറ്റിയ ഫീൽഡ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ഏറ്റവും കരണീയമായിട്ടുള്ള കമ്പനി ഇൻഡസ് വീവ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ പറയുന്നതിന് അടിസ്ഥാനമുണ്ട്. ഒരു ബിസിനസ് പ്ലാനിൽ ഇന്നേ വരെ ലോകത്തിറങ്ങിയിട്ടുള്ള ബിസിനസ് പ്ലാനുകളിൽ ഏറ്റവും കൂടുതൽ ഇൻകം കൊടുക്കാൻ പറ്റുന്ന ബിസിനസ് പ്ലാൻ 2 leg ഇൻകം പ്ലാൻ ആണ്. ബൈനറി പ്ലാൻ. നോ പ്ലാൻ ക്യാൻ ബീറ്റ് ബൈനറി. 2 leg പ്ലാനിലാണ് ഏറ്റവും കൂടുതൽ ഇൻകം കൊടുക്കാൻ പറ്റുന്നത്. അത് വളരെ വ്യക്തമായ ഒരു സത്യമാണ്. ഈ ലോകത്തെവിടെയും അങ്ങനെയാണ്. ഈ 2 leg പ്ലാനിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് പക്ഷേ ഒരു കുഴപ്പം, അവരുടെ ഉദ്ദേശം പ്രോഡക്റ്റ് വിൽപ്പനയല്ല, പൊസിഷൻ സെല്ലിംഗ് ആണ്. എന്നാൽ 2 leg പ്ലാനിൽ പ്രോഡക്റ്റ് സെല്ലിംഗ് നടത്തുന്ന, അല്ലെങ്കിൽ പ്രോഡക്റ്റ് സെല്ലിംഗ് എന്ന യഥാർത്ഥ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ ഒരേ ഒരു കമ്പനി, അത് നമ്മുടെ കമ്പനി. പിന്നെ നിങ്ങളിവിടെ ഒരു വീഡിയോ കണ്ടു, ഒരു കേന്ദ്രമന്ത്രി സംസാരിക്കുന്നു. ഏത് കേന്ദ്രമന്ത്രി? നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത മന്ത്രിയല്ല. ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ ഇന്ത്യയിലെ നടത്തിപ്പുകാർ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രിയാണ്. അതിന്റെ മന്ത്രിയാണ് പറഞ്ഞത് എന്ത്? ഇൻഡസ് വീവ. ശരിയാണോ? നിങ്ങൾ കേട്ടല്ലോ. ഇതിൽ കൂടുതൽ ഈ കമ്പനിയെ പറ്റി ഇനി ആര് വന്നു പറയണം? എല്ലാം നരേന്ദ്രമോദിജി തന്നെ പറയണമെന്ന് നിങ്ങൾ വാശി പിടിക്കല്ലേ. പിന്നെന്തിനാണ് ഇത്രയും മന്ത്രിമാർ? ശരിയാണോ അല്ലയോ? നമ്മുടെ കൺസേൺ വകുപ്പ് മന്ത്രിയാണ് പറഞ്ഞത് ഇൻഡസ് വീവ, ആയുർവേദ സിന്ദാബാ. ഇതിൽ കൂടുതൽ എന്ത് വേണം? ഈ മന്ത്രിക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ അല്ലയോ? അവർക്ക് ഹൈദരാബാദിൽ ഒരു ഇഷ്യൂ ഉണ്ടായി, അല്ല ഇവിടെ ഇഷ്യൂ ഉണ്ടായി. ഇതൊക്കെ അറിയാതെയാണോ മന്ത്രി ഇത് പറയുന്നത്? അറിയാതൊരു മന്ത്രിയെ കൊണ്ട് പറയിക്കാൻ പറ്റൂ? ഇതെല്ലാം അറിഞ്ഞിട്ട് ഒരു മന്ത്രി പറഞ്ഞെങ്കിൽ നമ്മുടെ ഭാഗത്ത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയോണ്ടല്ലേ പറഞ്ഞത്. ഇത് കോമൺ സെൻസ്. ഇതിന് മുകളിലേക്ക് ഇനി ആര് പറയാൻ? ഇനി അതിനപ്പുറത്തേക്ക് ഇനി നമ്മുടെ ഓരോ പ്രോഡക്റ്റും എടുക്കൂ. 2014 ഈ കമ്പനി ഇവിടെ തുടങ്ങുമ്പോൾ ഇവിടെ എത്ര പേർക്ക് ഈ രാജ്യത്ത് ഡയബറ്റീസ് ഉണ്ടായിരുന്നോ അതിൽ കൂടുതൽ ആളുകൾക്ക് ഇന്ന് 2023 ഇവിടെ ഡയബറ്റീസ് ഉണ്ട്. ശരിയാണോ അല്ലയോ? അപ്പൊ ഇതിന്റെ പൊട്ടൻഷ്യൽ കൂടുതലാണോ അല്ലയോ? സോറി. All right. Is it better now? Yeah. In 2014 when we started, how many people had diabetes in this country? When you compare to 2023 has more number of diabetic people than 2014. Means potential is more, potential is increasing. Do you think it is hard to find a customer for iSlim? No. People are spending the highest amount of money for cosmetics. Do you think it is hard to find a customer for iGlow? Definitely not. Each product is a $1 billion baby. Utilize it. Open your mouth. Speak out. That is the only thing we need to do. So, trust me, my dear friends. Let me conclude with one single message I just want to tell you. This is a chance. This is a chance. Please stop bothering about evaluating whether Indus Viva is the best. Indus Viva is going on the right track. Will Indus Viva go beyond 21st century? Please don't bother about it. These all are already proven and tested and cleared. Proven and tested and cleared. With one single word I can say, the
legal crisis what we had in 2021 in Hyderabad, if it was any other company in our position, they wouldn't have survived. They wouldn't have survived. What more proof you want? What more proof you want? We have managed it and we are out of it. We are still standing tall. So, still standing tall. And our new Vibes magazine is coming. For your surprise, the cover page of the new Vibes magazine is the central minister. So, what I am trying to say, a company of that kind, something which you can rely on like a government organization. Like a government organization. That much you can rely upon. So, you have made up your mind to go ahead with Indus Viva. Now, please don't be a confused soul. Please don't be a confused soul. The problem with Indian people, genetically we are very confused people. In Kurukshetra, Arjuna had a confusion. By looking at the other side, oh, my uncle, oh, my Guruji, my cousin. By killing all these people, Lord Krishna, I don't want to become a king. Then he convinced him, that is called Bhagavad Gita. Every time you will not get a Lord Krishna with you all the time. We are not that lucky. So, please destroy all those mind blocks. Have the clarity in mind. Come what may, next 1 year, I will do business heart and soul. Consider today, 18th June, as your starting date. Consider today is your starting date. Forget about the entire past. Today is your starting date. From today, next 1 year, I will do Viva business wholeheartedly. I will do Viva business wholeheartedly. Pick up your Viva calendar in your Viva planner. Fill every page with a Viva activity. Like that, if you do 1 year, I guarantee you, with my experience in this company, I guarantee you, nothing can stop you from earning 2.5 lakh rupee week after week. So, my dear friends, let it be very, very clear. Let it be very, very clear. I sincerely appreciate each one of you for choose to be here. You have decided to be here today. I am telling you, this is the best thing, one of the very best things you have done, ever done in your life. That the time will tell you, the time will prove you. I am from a middle class background. My dad is a normal farmer. My mom is a housemaker. We are 2 boys. We had got all the middle class upbringing. But what changed my life is when I attended a program like this, a speaker came on stage and whatever he said, I wholeheartedly believed it. And the Sujit Khan's signature program, when I attended a program, there was a leader like that. I also felt one day I also wanted to be like him. I also wanted to be recognized. I was actually relating me to that particular leader, which you have Sujit Khan today. If you are a new person, you are a beginner in the company, you can relate yourself. It is only a matter of time. One day, I will also hire Le Meridian. One day, I will also park a car like that in front of the hall. One day, for my program, 1,200 people will come even from Andhra Pradesh by traveling 1,200 kilometers in bus. People will come here. So, with that belief, you proceed further. Nothing can stop you, dear friends. And I guarantee you, this is the best company, best product with the best compensation plan. Last 8 years, we paid more than 1,000 crore rupees as commission to people. More than 1,000 crore rupee as commission to people. Next 8 years, it is not going to be another 1,000 crore. It must be one more zero on the right side. That is what we are aiming of. That is what we are aiming of. So, the very best platform, the life-changing day of you and your family is today. Trust that. So, may God give you the wisdom to realize this and take it in the right sense and carry the spirit for the next 1 full year for the benefit of your own family, children, and the generation to come.
So wish you good luck to everyone. Thank you so much. God bless you all.